സമ്മർ ആയപ്പോ ഡേ കെയറിലെ കുട്ടികളെയും കൊണ്ട് വീണ്ടും കാട്ടിലേക്ക്. പ്രകൃതിയോട് അടുത്തിണങ്ങി ജീവിക്കുന്ന ഫിന്നിഷുകാർ അവരുടെ കുട്ടികളെ ചെറുപ്പം തൊട്ട് നേച്ചറുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പഠന രീതിയാണ് തുടർന്നു വരുന്നത്. ക്ലാസ് മുറിക്ക് പകരം വനപ്രദേശമാണ് പഠനസ്ഥലം. കുട്ടികൾ മണ്ണും കല്ലും ഇലകളും ഒക്കെ ഉപയോഗിച്ച് കളിച്ചും മരങ്ങളെയും പക്ഷികളെയും കീടങ്ങളെയും പൂക്കളെയും ഒക്കെ നേരിട്ട് നിരീക്ഷിച്ചും പ്രകൃതിയിലേക്ക് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ അപകട സാധ്യതകൾ മനസ്സിലാക്കി സുരക്ഷിതമായി പ്രവർത്തിക്കാനും ജീവജാലങ്ങളെ സ്നേഹിക്കാനും പരിസ്ഥിതി സംരക്ഷണ ബോധവും ഒക്കെ അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിൽ വളരുന്നു. അങ്ങനെ കാട്ടിലെത്തി കുട്ടികളെല്ലാം എന്താ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ ബിർച്ചുമരത്തിന്റെ ചെറിയൊരു ചില്ല ഒടിച്ചെടുക്കുന്നത് എന്തിനാണെന്നറിയോ? സമ്മറായ ഇവിടെ മുഴുവൻ കൊതുകിന്റെ ശല്യമാണ്. ബിർച്ചുമരത്തിന്റെ ഈ ചെറിയ ചില്ല കൊണ്ട് വീശി കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം കിട്ടും. അങ്ങനെ വീശിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിലൊരു കുഞ്ഞൻ പുഴു ഇരിക്കുന്നത് കണ്ടത്. കുട്ടികളെല്ലാം കാട്ടിലൂടെ നടന്ന് ചുള്ളികളൊക്കെ ശേഖരിച്ച് ചെറിയൊരു ടെന്റ് ഉണ്ടാക്കുന്നുണ്ട്. ഏവക്കുട്ടൻ എന്താ പൊക്കാൻ പറ്റാത്തൊരു ചുള്ളിക്കമ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കാടിനുള്ളിലൂടെ നടക്കുമ്പോഴാണ് മറ്റൊരു കാഴ്ച കണ്ടത്. ഇതാ നമ്മുടെ ബ്ലൂബെറീസ് എല്ലാം പൂത്ത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇളം പർപ്പിൾ കളറാണ്. ഇവിടെയുള്ളത് അധികം അങ്ങോട്ട് വലുതായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാനും ഏവക്കുട്ടനോട് നടക്കാൻ പോയപ്പോ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള കാട്ടിൽ അല്പം കൂടി വലുതായിട്ടുള്ള ബ്ലൂബെറീസ് ആയിട്ടുണ്ട്. അത് കണ്ട് ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ കൊതുകെല്ലാം കൂടി ഏവക്കുട്ടനെ അവിടുന്ന് കുത്തി ഓടിച്ചു. വിന്ററിൽ ഇങ്ങനെ പൂണ്ട് വിളയാടാൻ പറ്റാത്തതിന്റെ കലിപ്പെല്ലാം കൊതുകുകൾ നല്ല രീതിയിൽ തീർക്കുന്നുണ്ട്. അങ്ങനെ കാട്ടിലൂടെ ഒരുപാട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം എന്താ കുട്ടികളൊക്കെ കൊണ്ടുവന്ന ജ്യൂസ് ഒക്കെ കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്ന് വിശ്രമിച്ച ശേഷം തിരികെ പോകും വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഒരു പാറയുടെ മുകളിൽ വളർന്നു വന്നിരുന്ന പൈൻ മരം കടപുഴകി വീണിരിക്കുന്നു. ഇത്രയും വലിയൊരു മരം പാറപ്പുറത്ത് എങ്ങനെ വളർന്നു എന്നുള്ളതായിരുന്നു തിരികെ പോകുമ്പോൾ എന്റെ ചിന്ത.